ഇതിന് സൗണ്ടില്ല. ഇത് മുട്ടുമ്പോൾ നമുക്ക് നല്ല വാട്ടർ കണ്ടൻറ്റ് നിറഞ്ഞൊരു സൗണ്ട് വരും. നല്ല ടൈറ്റായിട്ടുണ്ടാവും, ബോഡിയെല്ലാം ടൈറ്റായിട്ടുണ്ടാവും. ഇത് ശരിക്കും നല്ല അമർത്തിയാൽ തന്നെ ഇത് പൊട്ടിപ്പോകുന്നൊരവസ്ഥ വരും. ഇത് കർണാടകയിൽ മാത്രമാണ് ഇത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിൽ വന്നപ്പോൾ ഞങ്ങളിത് ഒന്ന് പരീക്ഷാർത്ഥത്തിൽ ചെയ്തു നോക്കിയാണ്. അത് സക്സസ് ആയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു 8 ടണ്ണോളം വിളവെടുപ്പ് ഞങ്ങൾക്ക് ഒരു ഏക്കറിൽ നിന്നും വന്ന് കിട്ടിയിട്ടുണ്ട്. മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ കൂട്ടുകാരുണ്ട് പ്രവീൺ എന്ന് പറഞ്ഞിട്ട് ട്രാക്ടറുള്ളതാണ്. അയാൾ വന്നിട്ട് ഫുള്ള് എല്ലാം വലിച്ച് ക്ലീനാക്കി മൊത്തം പൂട്ടി പൊടിച്ച് തന്നു. പ്രവീണിൻ്റെ വണ്ടിയിൽ തന്നെ ബെഡ് ട്രാക്ടറിൽ വലിച്ചതാണ്, ആളെ കൊണ്ട് അടുപ്പിച്ചതല്ല. നമുക്ക് പണിക്കാരൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കീടങ്ങളെ ആക്രമണം കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതുപോലെ ബോർഡുകൾ, പശയുള്ള ബോർഡുകൾ വെക്കുന്നത്. ഇതിൽ ഈ മഞ്ഞ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൃഷി ചെയ്തപ്പോൾ ഭയങ്കര സക്സസ് ആയിരുന്നു. അതിൽ വാട്ടർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്, വളരെ സ്വീറ്റാണ്. ഈ ഓറഞ്ച് വെറൈറ്റി ഞങ്ങൾ കൊല്ലം ആദ്യമായിട്ടാണ്. അതിൻ്റെ മാർക്കറ്റിലെത്തിയാലാണ് അതിൻ്റെ രീതികളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. കൃഷി ഒരു പാഷനായിട്ട് എടുത്ത് കൃഷിയിൽ ഭയങ്കരമായിട്ട് നഷ്ടങ്ങളൊന്നും നോക്കാതെ കൃഷിയെ സ്നേഹിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് ജാഷിദ്. നമുക്കറിയാം, ഈ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെല്ലാം തൊഴിൽ അന്വേഷിച്ച് നടക്കുകയും വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം ഗ്രാമത്തിൽ തന്നെ ഇത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി അത് വികസിപ്പിക്കാനുള്ള ഒരു സന്മനസ് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. വയനാട്ടിലും തണ്ണിമത്തൻ വേര് പിടിച്ചു കഴിഞ്ഞു. ചെറിയ സ്ഥലത്തൊന്നുമല്ല, 10 ഏക്കർ സ്ഥലത്തൊരു തണ്ണിമത്തൻ കൃഷിയാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പാടവും പറമ്പും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഒരു കർഷകരുടെ ഒരു ചെറിയൊരു കൂട്ടായ്മ, ഒരു കർഷകൻ മുന്നിട്ടിറങ്ങി ചെയ്യുന്ന ഒരു തണ്ണിമത്തൻ കൃഷിയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹം ഒരു പെയിൻറ്റ് തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് ഇദ്ദേഹം ഒരു 10 ഏക്കറോളം സ്ഥലത്ത് പാട്ടത്തിനെടുത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്യുകയാണ് വയനാട്ടിൽ. അപ്പോൾ ഇന്ന് തണ്ണിമത്തൻ കൃഷി വിശേഷങ്ങൾ കാണാം പാടവും പറമ്പിലൂടെ. അപ്പോൾ കാഴ്ചകളിലേക്ക് പോകാം. വേനൽക്കാലത്ത് വിപണികളിലെ താരമായ കർണാടകയിൽ നിന്നും ലോഡ് കണക്കിന് ഇറക്കുമതി ചെയ്യാറുള്ള തണ്ണിമത്തൻ ഇന്ന് നമ്മുടെ നാട്ടിലും വേരുറപ്പിക്കുകയാണ്. ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ 10 ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ വിളയിച്ചെടുക്കുകയാണ് യുവ കർഷകനായ ജാഷിദും കൂട്ടുകാരും. കായ്കളുടെ വലിപ്പത്തിലും നിറത്തിലും സ്വാദിലും വ്യത്യാസമുള്ള ഒട്ടനവധി ഇനങ്ങൾ ഇന്ന് ലഭ്യമാണ്. വിപണിയിൽ ഏറെ ഡിമാൻഡുള്ള, നല്ല രുചിയും ഗുണവുമുള്ള മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള ആരോഹി, ഓറഞ്ച് മഞ്ച് തുടങ്ങിയ ഇനം തണ്ണിമത്തനാണ് ഇവർ കൂടുതലായി കൃഷി ചെയ്തിരിക്കുന്നത്. വയനാട് വാഴവറ്റിയിലെ 4 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ തണ്ണിമത്തൻ വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. നോമ്പുകാലമായതിനാലും വേനൽ ചൂട് കനത്തതിനാലും തണ്ണിമത്തൻ ആവശ്യക്കാർ ഏറെയാണ്. യൂട്യൂബിൽ നോക്കിയും നേരത്തെ കൃഷി ചെയ്ത് വിജയിച്ചവരോട് ചോദിച്ചു മനസ്സിലാക്കിയുമാണ് ഇവർ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത്. കൃഷിയിൽ സ്വന്തം ആശയങ്ങൾ കൂടി പരീക്ഷിച്ചതോടെ വിളവ് 100 മേനിയായി. ഇത് 2ാം തവണയാണ് ഇവർ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. മുപ്പത് 40 ദിവസം പ്രായമായ കായ്കളാണ് പറിക്കുവാൻ പാകമായത്. 90-120 ദിവസങ്ങളാണ് വിളയുടെ ശരാശരി ദൈർഘ്യം. കൃത്യസമയത്തുള്ള വിളവെടുപ്പ് നല്ല ഗുണമേന്മയുള്ള കായ്കൾ ലഭിക്കേണ്ടതിന് വളരെ പ്രാധാന്യമർഹിക്കുന്നു. വിളവെടുക്കാറായ കായ്കളോട് ചേർന്നുള്ള വള്ളികൾ വാടിത്തുടങ്ങുന്നു. മാത്രമല്ല, നിലത്ത് തൊട്ടുകിടക്കുന്ന കായ്കളുടെ അടിഭാഗത്തെ വെള്ളനിറം ഇളം മഞ്ഞയായി മാറുകയും ചെയ്യും. കായിൽ തട്ടി നോക്കിയും വിളഞ്ഞ കായ്കളെ തിരിച്ചറിയാം. ഇതിന് സൗണ്ടില്ല. ഇത് മുട്ടുമ്പോൾ നമുക്ക് നല്ല വാട്ടർ കണ്ടൻറ്റ് നിറഞ്ഞൊരു സൗണ്ട് വരും. നല്ല ടൈറ്റായിട്ടുണ്ടാവും, ബോഡിയെല്ലാം ടൈറ്റായിട്ടുണ്ടാവും. ഇത് ശരിക്കും നല്ല അമർത്തിയാൽ തന്നെ ഇത് പൊട്ടിപ്പോകുന്നൊരവസ്ഥ വരും. കുറച്ചുകൂടെ നമ്മൾ വിളവെടുപ്പാൻ താമസിച്ച് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്രാക്കാവും.
ഞാൻ പെയിൻറ്റിങ് പണിക്കാരനായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യലുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ നിർത്തി, കുറച്ച് പണിക്കോലെ കുറഞ്ഞ് അങ്ങനെ ഫുൾ ടൈം ഒരു കൃഷിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇപ്പം. പിന്നെ നമ്മൾ സീസൺ അനുസരിച്ചിട്ട് ഓരോന്ന് ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 3 ആൾക്കാരുണ്ട്. ഞങ്ങൾ 1.5 ഏക്കർ ചെയ്ത് നോക്കിയതായിരുന്നു ഒരു പരീക്ഷണം എന്നുള്ളതിൽ. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളൊരു 10 ഏക്കറോളം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 4 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. അതിൽ നമ്മൾ 3 വെറൈറ്റിയാണ് ചെയ്യുന്നത്. ഒരു ഉള്ളിൽ മഞ്ഞ കളർ വരുന്ന അതും, ഒരു ഓറഞ്ച് കളറ്, പിന്നെ നമ്മൾ സാധാ റെഡ്, അത് കുറച്ചേ ഉള്ളൂ. ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ കേരളത്തിൽ ധാരാളം കർഷകർ വാണിജ്യാടിസ്ഥാനത്തിൽ വിജയകരമായി തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നു. ആദ്യ മുതൽ മുടക്ക് കൂടുമെങ്കിലും ക്രമേണ ലാഭകരമാണ് ഈ കൃഷി. വാരങ്ങളെടുത്ത് പോളിത്തീൻ മൾച്ചും ഡ്രിപ്പ് ലൈനും നൽകി, നനയും വളവും കൃത്യമായ ഇടവേളകളിൽ നൽകി കളനിയന്ത്രണം സാധ്യമാക്കി കൂടുതൽ വിളവ് ഇതിലൂടെ കൈവരിക്കാം. നഴ്സറികളിൽ നിന്നും വിത്ത് വാങ്ങി ട്രേകളിൽ മുളപ്പിച്ച ശേഷം നടുന്നതാണ് ഇവരുടെ രീതി. 2ാം വിള കൃഷി കഴിഞ്ഞ പാടങ്ങളിലും പറമ്പുകളിലും പുഴയോരങ്ങളിലും തണ്ണിമത്തൻ നന്നായി വിളയും. നല്ല സൂര്യപ്രകാശം വേണം. പൂവിടുമ്പോഴും കായ്പിടുത്തം തുടങ്ങുമ്പോഴും മണ്ണിലെ ഈർപ്പത്തിനനുസരിച്ച് നന ക്രമീകരിക്കാം. കായ്കൾ മൂപ്പെത്തിക്കഴിഞ്ഞാൽ ജലസേചനം കുറയ്ക്കാം. വിളവെടുപ്പിന് 15 ദിവസം മുമ്പ് ജലസേചനം നിർത്താം. സാധാരണ മാരകമായ കീടനാശിനികൾ അടിച്ചാണ് തണ്ണിമത്തൻ കേടുകൂടാതെ വിളയിച്ചെടുക്കുന്നത്. കായ്കൾ തുരന്ന് നശിപ്പിക്കാനെത്തുന്ന കായീച്ചകളെ തുരത്താൻ കുപ്പിയിലെ ഫിറമോൺ കെണിയും ചെടികളെ നശിപ്പിക്കാനെത്തുന്ന കീടങ്ങളെ ഇല്ലാതാക്കാൻ സ്റ്റിക്കി ബോർഡ് അഥവാ മഞ്ഞക്കെണി, നീലക്കെണി തുടങ്ങിയവ ഇവർ ഉപയോഗിക്കാറുണ്ട്. തണ്ണിമത്തന് നമ്മുടെ നാട്ടിൽ താരതമ്യേന കീടങ്ങളും രോഗങ്ങളും കുറവാണ്. എന്നാൽ വെള്ളരിവർഗ വിളകളെ ആക്രമിക്കുന്ന മത്തൻ വണ്ട്, കായീച്ച എന്നിവ വളരെ വിരളമായി തണ്ണിമത്തനെയും ആക്രമിക്കാറുണ്ട്. ചെറിയ കായ്കളുടെ പുറത്തുള്ള രോമങ്ങൾ ഒരു പരിധിവരെ കായീച്ചകളെ അകറ്റി നിർത്തും. അധികം വളപ്രയോഗം നടത്താതെ വിളയിച്ചെടുത്ത ഇവരുടെ തണ്ണിമത്തന് വിപണിയിൽ വൻ ഡിമാൻഡാണുള്ളത്. വന്യമൃഗശല്യം കൂടുതലായ ഈ പ്രദേശത്ത് തോട്ടത്തിന് ചുറ്റും ഫെൻസിങ്ങും ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ഥലം ആദ്യം ഒരു കപ്പ നട്ട സ്ഥലമായിരുന്നു. ഇത് മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ കൂട്ടുകാരുണ്ട് പ്രവീൺ എന്ന് പറഞ്ഞിട്ട് ട്രാക്ടറുള്ളതാണ്. അയാൾ വന്നിട്ട് ഫുള്ള് എല്ലാം വലിച്ച് ക്ലീനാക്കി മൊത്തം പൂട്ടി പൊടിച്ച് തന്നു. അങ്ങനെ അതിൽ പിന്നെ റൊട്ടേറ്റ് അടിച്ച് ഒന്നുകൂടെ പൊടിച്ചു. പിന്നെ പ്രവീണിൻ്റെ വണ്ടിയിൽ തന്നെ ബെഡ് ട്രാക്ടറിൽ വലിച്ചതാണ്, ആളെ കൊണ്ട് അടുപ്പിച്ചതല്ല. പണിക്കാരൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വണ്ടിക്ക് തന്നെ ബെഡ് വലിച്ചു. പിന്നെ അതിൽ കുമ്മായിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം അടിവളം കൊടുത്തു. അതിനുശേഷം പിന്നെ ഡ്രിപ്പ് വലിച്ച് മൾച്ചിങ് ഷീറ്റ് മൊത്തം ചെയ്തു. അത് പിന്നെ അതിലേക്ക് തൈകൾ കൊടുന്ന് വെച്ച്. തൈകൾ വിത്ത് നമ്മൾ കൊടുന്നിട്ട് നമ്മൾ തന്നെ മുളപ്പിച്ചുണ്ടാക്കുന്നതാണ്. ഇവിടെ തന്നെ വീട്ടിൽ നമ്മൾ തന്നെ മുളപ്പിച്ച് നടുന്നതാണ്. അതിൽ പിന്നെ വളങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തം ഡ്രിപ്പിൽ കൂടെ തന്നെയാണ് വരുന്നത്. അതിൽ വെഞ്ചുറി വെച്ചിട്ട് അതിൽ വലിച്ചു കൊണ്ടുവരും. ചെടിൻ്റെ ഓരോ ചോട്ടിലും കൃത്യമായി വളർത്തിക്കോളും. പിന്നെ അതിൽ കീടങ്ങളെ ആക്രമണം കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബോർഡുകൾ, പശയുള്ള ബോർഡുകൾ വെക്കുന്നത്. പിന്നെ കായ്ച്ചനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഫിറമോൺ കെണി, പരമാവധി നമ്മൾ കെമിക്കൽ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ ഈർപ്പവും മഴയും കുറഞ്ഞ വരണ്ട കാലാവസ്ഥയാണ് തണ്ണിമത്തന്റെ വളർച്ചയ്ക്ക് അനുയോജ്യം. കേരളത്തിൽ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയം കൃഷി ചെയ്യാം. സൂര്യപ്രകാശം ധാരാളമായി ലഭിക്കുന്ന തുറന്ന സ്ഥലത്ത് വേണം
തണ്ണിമത്തൻ കൃഷിക്കായി തിരഞ്ഞെടുക്കാൻ. കായ്കൾ ഉണ്ടാകുന്ന സമയം മഴ പെയ്താൽ തണ്ണിമത്തന്റെ രുചിയും ഗുണവും കുറയും. പച്ചപ്പുറംതോടും അകക്കാമ്പോട് കൂടിയ വിളഞ്ഞ മധുരമുള്ള കായ്കൾ ഒരു പ്രകൃതിദത്ത ദാഹശമനിയായി കണക്കാക്കപ്പെടുന്നു. ആദ്യമാകുന്നത് നമുക്ക് ഉള്ളിൽ മഞ്ഞ കളർ വരുന്ന ആരോഹി എന്ന് പറഞ്ഞ് അതാണ് ഫസ്റ്റ് ആവുന്നത്. പിന്നെ അതിന് ശേഷമാണ് മറ്റേ ഓറഞ്ച് കളർ വരുന്ന ഓറഞ്ച് മഞ്ച്. അത് കുറച്ചുകൂടെ അതിനോട്ട് മൂപ്പ് കൂടുതൽ വേണം. അത് മൂപ്പറിയുന്നത് നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വള്ളിയുണ്ട്, അത് ഉണങ്ങി വന്നു കഴിഞ്ഞാൽ മൂപ്പായി എന്നുള്ളതാണ്. അത് പിന്നെ നമുക്ക് വിളവെടുക്കാം. ഞങ്ങളിപ്പോൾ ചെയ്തത് ആരോഹിയും ഓറഞ്ച് മഞ്ചുമാണ്. അത് നമ്മൾ സാധാ റെഡിനേക്കാൾ ടേസ്റ്റ് നല്ല കൂടുതലാണ്. ഈ ആരോഹി അറിയുന്നത് നല്ല ക്രിസ്പിയാണ്, നല്ല മധുരവും നല്ല കൂടുതലാണ്. അതുപോലെ തന്നെ ഓറഞ്ച് മഞ്ചും നല്ല ക്രിസ്പിയാണ്, നല്ല മധുരമാണ്. സാധാ വത്തക്ക വെച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വാങ്ങിയവർ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയവർ തന്നെ ഇഷ്ടംപോലെ പിന്നെയും വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്രാവശ്യം ആയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഉണ്ടോ ആയോ ചോദിച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്ത് ഒരു 1.5 ഏക്കർ ചെയ്തതിൽ ഒരു 80% അവിടെ പറമ്പിൽ നിന്ന് തന്നെ സാധനം റീറ്റെയിലായി പോയതായത്. ഇവിടെ ഉള്ള നാട്ടുകാരും പുറമെ നിന്നുള്ളവരൊക്കെ വന്നിട്ട് ഒരു 20% നമുക്ക് ആകെ ഹോൾസെയിൽ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ആൾക്കാർ കുറേ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വരികയാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുള്ളൂ. അങ്ങനെ ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. തണ്ണിമത്തൻ കൃഷി അങ്ങനെ പഠിച്ചിട്ട് ചെയ്തൊന്നല്ല, ഒന്നും ഞങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല. പിന്നെ അങ്ങനെ ചെയ്തു നോക്കി, അത് കിട്ടി. പിന്നെ ആരും ചെയ്യാത്ത കൃഷിയാണല്ലോ, ഒരു വെറൈറ്റി ഒന്ന് ചെയ്തു നോക്കാൻ വിചാരിച്ചു. അങ്ങനെ അത് കുഴപ്പമില്ല, വിജയിച്ചതാണ്. നമ്മൾ ഈ മൾച്ചിങ് ഷീറ്റ് പ്രധാനമായി ചെയ്യുന്നത് വെച്ചാൽ കളശല്യം കുറക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നനക്കുന്ന നനവും അത് മണ്ണിൽ തന്നെ ഉണ്ടാവും. ഈ ചൂടത്ത് വെള്ളം അങ്ങനെ വലിഞ്ഞു പോകാതെ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ കള പറിക്കാൻ നാളെ ഒന്നും കിട്ടാനില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 20 മൈക്രോണിൻ്റെ മൾച്ചിങ് ഷീറ്റാണ്. ഇതിപ്പോൾ ഒരു 6 മാസമൊക്കെ എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു 6 മാസത്തോളമൊക്കെ നമുക്ക് കിട്ടും. ഇതിൽ 2 കൃഷി ചെയ്യാം. ഇത് തന്നെ അല്ല, ഇനി അടുത്ത കൃഷി വേറെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ അതിൽ കൃഷിഭവൻ്റെ നല്ല സപ്പോർട്ടുണ്ട് നമുക്ക്. അവർ എപ്പോഴും വന്ന് നോക്കലുണ്ട്. പിന്നെ സബ്സിഡി കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സബ്സിഡി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാരിയാട് കുറച്ച് സ്ഥലമുണ്ട്, അവർ 5 ഏക്കർ, അതിലേക്കും സബ്സിഡി അവർ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് വിൽസൺ എന്നാണ്. ഞാൻ ജാഷിദിൻ്റെ തൊട്ട അയൽവാസിയാണ്. ഈ ജാഷിദ് ഒരു പെയിൻറ്റ് പണിക്കാരനായിരുന്നു. ആ പെയിൻറ്റ് പണീൻ്റെ ഇടയ്ക്ക് വിവിധ തരത്തിലുള്ള പച്ചക്കറി കൃഷികൾ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയപ്പെട്ടപ്പോൾ അതോടുകൂടി ജാഷിദ് എന്നോട് സംസാരിച്ചു, വിൽസൺ നമുക്ക് ഒരു നല്ല സംരംഭമായിട്ട് ഈ നമ്മുടെ നാട്ടിൽ ഈ ഇങ്ങനെയുള്ള കൃഷികൾ വികസിപ്പിച്ചെടുക്കുന്ന മാർഗ്ഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലെന്ന് അറിയിച്ചു. അങ്ങനെ പ്രവീൺ കൂടി ഞങ്ങൾ അയൽവാസിയാണ്. അങ്ങനെ ഞങ്ങൾ 3 നാൾ കൂടെ ആലോചിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കൃഷി രീതിയിലേക്ക് പോകാനുള്ള കാരണം. ആദ്യ വർഷത്തിൽ തന്നെ ഞങ്ങൾ ഈ വത്തക്ക കൃഷി സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം, അന്ന് വയനാട്ടിൽ എവിടെയും വത്തക്ക കൃഷി ഇല്ലായിരുന്നു. മലപ്പുറം സൈഡിലാണ് കേരളത്തിൽ ആകെയുമായിട്ട് വത്തക്ക കൃഷി ചെയ്തതായിട്ട് ഞങ്ങൾ അറിവിലുണ്ടായിരുന്നത്. ഇത് കർണാടകയിൽ മാത്രമാണ് ഇത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിൽ വന്നപ്പോൾ ഞങ്ങളിത് ഒന്ന് പരീക്ഷണാർത്ഥത്തിൽ ചെയ്തു നോക്കിയാണ്. അത് സക്സസ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്കൊരു 8 ടണ്ണോളം വിളവെടുപ്പ് ഞങ്ങൾക്ക് 1 ഏക്കറിൽ നിന്ന് വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ കൊല്ലം ജാഷിദ് പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ ഏരിയ കൂട്ടി ഈ കൃഷി നമുക്ക് ചെയ്യാം. അപ്പോൾ 1-2 വെറൈറ്റികളിലൂടെ കൂടുതൽ ആയിട്ട് ഈ പ്രാവശ്യം കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ മഞ്ഞ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൃഷി ചെയ്തപ്പോൾ ഭയങ്കര സക്സസ് ആയിരുന്നു. അതിൽ വാട്ടർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്, വളരെ സ്വീറ്റാണ്. മാത്രമല്ല വളരെ മാർദ്ദവമുള്ള ഒരു സംഗതിയാണ്. സാധാരണ നമ്മളെ കർണാടകയിൽ നിന്ന് വരുന്ന തണ്ണിമത്തലിലുപരി ആളുകൾ ഭയങ്കര തോതിൽ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഈ മഞ്ഞ വെറൈറ്റി. ഈ ഓറഞ്ച് വെറൈറ്റി ഞങ്ങൾ ഇക്കൊല്ലം ആദ്യമായിട്ടാണ്, അതിൻ്റെ മാർക്കറ്റിലെത്തിയാലാണ് അതിൻ്റെ രീതികളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ജാഷിദ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ വല്ലാതെ ചെറുതായി കാണാൻ കഴിയില്ല. കാരണം വിവിധ മേഖലകളിൽ കഴിവുള്ളൊരു വ്യക്തിയാണ് പുള്ളി.
മാത്രമല്ല ഈ കൃഷി ഒരു പാഷനായിട്ട് എടുത്ത് കൃഷിയിൽ ഭയങ്കരമായിട്ട് നഷ്ടങ്ങളൊന്നും നോക്കാതെ കൃഷിയെ സ്നേഹിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ് ജാഷിദ്. ജാഷിദിൻ്റെ ഒരു പ്രലോഭനമാണ് ഞങ്ങൾ കൂടെ ഇതിലേക്ക് വരാനുള്ള കാരണം. നമുക്കറിയാം ഈ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെല്ലാം തൊഴിൽ അന്വേഷിച്ച് നടക്കുകയും വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം ഗ്രാമത്തിൽ തന്നെ ഇത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി അത് വികസിപ്പിക്കാനുള്ള ഒരു സന്മനസ് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. ബാപ്പുവിനുള്ള പോലെ കൃഷിക്കാരാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം, നമ്മുടെ നാടിന് ആവശ്യം. വന്യമൃഗശല്യത്തിനൊക്കെ പ്രതിരോധിച്ച് ഇവർ ഈ ഒരു കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ ഇവിടെ തണ്ണിമത്തൻ കൃഷി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവരുടെ തന്നെ വളരെ വ്യത്യസ്തമായ പല കൃഷികളൊക്കെ ഇവർ ഓരോ സമയത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വന്യമൃഗശല്യം വയനാട്ടിൽ ഏറ്റവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ആ സമയത്ത് നമ്മുടെ ഫെൻസിങ് ഒക്കെ ഒരുക്കി അതിനൊരു പ്രാധാന്യം കൊടുത്ത് നല്ല രീതിയിൽ ഫെൻസിങ് കൊടുത്ത്, നമുക്കറിയാം ഇവർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു ഫെൻസിങ്ങിനാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വന്നത്. അങ്ങനെ ഒരു ചിലവ് വന്നിട്ടും 100 മേനി വിളവ് ഇവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അവരുടെ ഒരു കഷ്ടപ്പാടിന് ആ ഒരു അധ്വാനത്തിൻ്റെ ഫലം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ തോട്ടത്തിലേക്ക് വരിക, നേരെ തണ്ണിമത്തൻ വാങ്ങുക എന്നുള്ളതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കാരണം അധികം അങ്ങനെ കീടനാശിനിയൊന്നും പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷിയല്ല അവരുടേത്. അപ്പോൾ എന്തായാലും നല്ല വിശ്വസിച്ച് വാങ്ങാം. അതുപോലെ ഇവിടെ നമുക്ക് മുട്ടിൽ നിന്ന് അടുത്താണ്, എല്ലാവർക്കും വന്ന് വാങ്ങാം. കടകളിലൊക്കെ പോകുന്ന പോലെ നേരെ ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ഒരു നോമ്പ് സമയമൊക്കെയാണ്, എല്ലാവരും തണ്ണിമത്തനൊക്കെ കടകളിൽ നിന്ന് വാങ്ങുന്നതാണ്. അപ്പോൾ ജാഷിഖാൻ്റെ ഒക്കെ ഈ ഒരു സംരംഭം വിജയിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും അവർക്കൊപ്പം നിൽക്കാം. കാരണം ഇങ്ങനെയുള്ള കർഷകരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. വയനാട്ടിൽ ഇങ്ങനെ ഒരു തണ്ണിമത്തൻ കൃഷി ഇത്രയും വിപുലമായിട്ട് ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവർ വലിയൊരു പ്രോത്സാഹനം, അതുപോലെ തന്നെ ഇവർക്ക് പ്രോത്സാഹനം നൽകുന്ന സർക്കാരാണെങ്കിലും അതുപോലെ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഫണ്ടുകളൊക്കെ വെച്ചിട്ട് ഇവരുടെ ഈ ഒരു കൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എന്തായാലും പടവും പറമ്പും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.